ഫുട്ബോൾ സ്റ്റുഡിയോ മലയാളത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മോഹൻ ബഗാൻ മത്സരമായിരുന്നു നടന്നിരുന്നത്. ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ATK മോഹൻ ബഗാനായതിനു ശേഷം 2020 മുതൽ കഴിഞ്ഞ സീസൺ വരെയുള്ള 6 മത്സരങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ 5 വിജയങ്ങൾ മോഹൻ ബഗാനും ഒരു സമനിലയും മാത്രമാണ്. ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ തോൽപ്പിക്കാൻ സാധിക്കാത്ത കോച്ചിന് ഇതുവരെ തോൽപ്പിക്കാൻ സാധിക്കാത്ത ഒരേ ഒരു ടീം മോഹൻ ബഗാനായിരുന്നു. അതേപോലെ തന്നെ യുവാൻ ഫെറാണ്ടോനെ തോൽപ്പിക്കാൻ പറ്റാത്ത ഒരേ ഒരു ആയിരുന്നു. അത് ഇന്നലെ അങ്ങ് നികത്തി കുറിച്ചു എന്ന് തന്നെ പറയണം. യുവാൻ ഫെറാണ്ടോ പറഞ്ഞിരുന്നു മത്സരം തോറ്റതിന് ശേഷമാണോ അതിന് മുമ്പാണോ അറിയില്ല. എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെതിരെ കണക്ക് തീർക്കാൻ അയാൾ ഉണ്ടാവുമെന്ന് കണ്ടു തന്നെ അറിയണം. കാരണം ഷാജിയേട്ടൻ ഇന്നലെ കമൻട്രി ബോക്സിൽ നിന്ന് പറയുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ മത്സരം കൂടി തോറ്റു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സീറ്റ് തെറിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണെന്ന്. എന്തായാലും നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോൾ ലീഡിലാണ് വിജയിച്ചിരുന്നത്. ആദ്യം തന്നെ നമുക്ക് സ്ട്രൈക്കേഴ്സിൽ നിന്ന് തുടങ്ങാം. ആദ്യ നിമിഷം ദിമിത്രിയോസിൻ്റെ കൗണ്ടർ അറ്റാക്കുകൾ പലവിധം ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ബോൾ പിടിച്ചെടുത്ത് ഗോൾ നേടുകയുള്ള ഒരു തന്ത്രം മാത്രമായിരുന്നു ഫസ്റ്റ് ഹാഫിൽ ബ്ലാസ്റ്റേഴ്സിന് വന്നിട്ടുണ്ടായിരുന്നത്. ദിമിത്രിയോസ് അതിൽ വിജയിക്കുകയും ചെയ്തു. ദിമിത്രിയോസിന് ആദ്യ ഒരു ചാൻസ് ലഭിച്ചു അവരുടെ ഡിഫൻസിൻ്റെ പിഴവ് മുതലെടുത്തുകൊണ്ട്. പക്ഷേ അത് ക്രോസ് ബാറിനെ ഇടിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. രണ്ടാമത് ദിമിത്രിയോസ് എടുക്കുന്നു. അത് എടുത്തുകൊണ്ട് 3 ഡിഫൻഡേഴ്സിനെ മറികടന്നുകൊണ്ടാണ് അദ്ദേഹം ഗോൾ അടിക്കുന്നത്. 9-ാം മിനിറ്റിലൊരു ഗോള്. ഒരൊറ്റ ഗോളിലാണ് ബ്ലാസ്റ്റേഴ്സ് വിജയിച്ച് കയറുകയും ചെയ്തത്. പെപ്രയൊക്കെ നല്ലൊരു പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഉസൈൻ ബോൾട്ട് പോലെയാണ് പാഞ്ഞു പോകുന്നത് കണ്ടത്. ഇത്രയും സ്പീഡിലായിരുന്നു. മിഡ്ഫീൽഡേഴ്സിലേക്ക് വരുമ്പോൾ രാഹുലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രാഹുലിൻ്റെ പണ്ടത്തെ ഒരു റീച്ച് കിട്ടുന്നില്ല. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അദ്ദേഹം പെപ്രേൻ്റെ കൂട്ടൊക്കെ മാറി വരും. ഒരു സംശയമില്ല. അദ്ദേഹം ഇപ്പോൾ ഒരു ബ്രേക്കാണ് ISL. അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും രാഹുൽ റെഡിയാവും നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തായി പറയേണ്ടത് ഐമൻ അസറിൻ്റെ കാര്യമാണ്. ഡാനിഷ് വാരക്ക് കുറച്ചുകൂടി മെച്യൂർഡ് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം നല്ലോണം കളിച്ചിട്ടുണ്ടെന്നാലും അദ്ദേഹത്തിൻ്റെ പാസുകളൊക്കെ മിസ് പാസുകളായിട്ട് ചില സമയത്ത് കലാശിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ലോങ് റേഞ്ച് ഷോട്ടുകളൊക്കെ മാക്സിമം പുറത്തേക്കാണ് പോകുന്നത് വളരെ ഡിഫറൻസിൽ. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തായാലും അടുത്ത പറയുമ്പം ഐമൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പറയേ വേണ്ട. രാഹുൽ ഐമൻ കോമ്പിനേഷൻ മാക്സിമം പാസുകളൊക്കെ ചെയ്ത് ഡിഫൻഡേഴ്സിൻ്റെ ഇടയിൽ കൂടി തന്നെ പാസുകൾ ചെയ്ത് പോസ്റ്റിൻ്റെ ഉള്ളിൽ വരെ എത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇരു താരങ്ങൾക്കും വളരെ നല്ലൊരു കോംബോ ആയിരുന്നു രാഹുൽ ഐമൻ കോംബോ. അതിനുശേഷം അസർ വരുന്നുണ്ട് കുറേ കഴിഞ്ഞേരം. അസറിൻ്റെ ഒരു ലോങ് പാസ് 4ഓളം ഡിഫൻഡേഴ്സിനെ കീറി മുറിച്ചുകൊണ്ടായിരുന്നു, ഇടയിൽ കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ലോങ് പാസ് രാഹുലിന് ലഭിച്ചിരുന്നത്. എന്നാൽ രാഹുലിനത് ഗോൾ കീപ്പർ മാത്രം മുമ്പിൽ ഇതിൽ നല്ലൊരു സ്വപ്നങ്ങളിൽ മാത്രമെന്ന് തന്നെ പറയണം. കാരണം അത്രയും നല്ലൊരു അവസരം രാഹുൽ ലഭിച്ചത്. പക്ഷേങ്കിൽ സാരമില്ല, ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു. ഇനിയും പെർഫോമൻസ് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ആയിക്കൊണ്ട് വരും മത്സരങ്ങളിൽ സെറ്റാകട്ടെ. രാഹുൽ KP ഓൾ ദ ബെസ്റ്റ് നേരുകയാണ്. എന്തായാലും ഇനി ഡിഫൻഡേഴ്സിലേക്ക് വരുമ്പോൾ ഡിഫൻഡേഴ്സിൽ ഒന്നും പറയാനില്ല, അസാധ്യം എന്ന് പറയണം. മിലോസ് ലെസ്കോവിച്ച് കൂട്ടിയിട്ട് 3 മത്സരങ്ങളിൽ 3ലും ഒരു ഗോൾ പോലും വഴങ്ങിയിട്ടില്ല. 3 മത്സരം ക്ലീൻ ഷീറ്റോടെ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിട്ടുണ്ട് മിലോസ് ലെസ്കോ കൂട്ടുകെട്ടിൽ. അതിലെടുത്ത് പറയേണ്ടത് ഓരോ ഓൺ ടാർഗറ്റ് മാത്രം ഷോട്ട് മാത്രമാണ് അടിക്കാൻ സമ്മതിച്ചു. എന്തായാലും നല്ലൊരു പ്രകടനമാണ് മിലോസ് അതുപോലെ തന്നെ ലെസ്കോ കൂട്ടുകെട്ട്. അതുപോലെ തന്നെ പ്രബീർ ദാസിൻ്റെയും നവോച്ചയുടെയും സീന് ഡിഫൻഡേഴ്സ് തന്നെയാണ്. നല്ല ഒരു ടീം വർക്ക് തന്നെയാണ് ഇന്നലെ കണ്ടത്. ഫസ്റ്റ് ഹാഫിൽ നല്ലോണം അറ്റാക്ക് ചെയ്ത് ഗോൾ അടിച്ച ശേഷം സെക്കൻഡ് ഹാഫിൽ ഡിഫെൻസിങ് ആണ് ബ്ലാസ്റ്റേഴ്സ് നോക്കിയത്. ഫസ്റ്റ് ഹാഫിലെ മോഹൻ ബഗാനേക്കാൾ സെക്കൻഡ് ഹാഫിലെ മോഹൻ ബഗാനായിരുന്നു സീൻ. അവർക്ക് കുറേയധികം ഫ്രീകളൊക്കെ ലഭിച്ചിരുന്നു. അതൊന്നും എത്തിക്കാൻ ദിമിത്രിയോസിനൊന്നും സാധിച്ചില്ല, ഓൺ ടാർഗറ്റിലേക്ക് പോലും എത്തിക്കാൻ. ഗോൾ കീപ്പറിൻ്റെ കാര്യം എടുത്ത് പറയാൻ വേണം. പല ലോങ് ബോളുകളും അദ്ദേഹം ചാടി ഡൈവ് ചെയ്തുകൊണ്ട് സേവ് ചെയ്യുന്നതും കവർ ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. നല്ലൊരു ടീം വർക്ക് തന്നെയാണ് ഇന്നലെ കണ്ടത്. എന്തായാലും നല്ലൊരു കൂട്ടുകെട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. ലൂണയുടെ അഭാവം നികത്താൻ സാധിക്കുന്നുണ്ട്. ലൂണയ്ക്ക് പരിക്ക് പറ്റി, പകരം വിപിൻ വന്നു. വിപിന് പരിക്ക് പറ്റി. പകരം അത്രയും ഒരു എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും അത്രയും മെച്യൂർഡായിട്ടാണ് താരങ്ങളെല്ലാവരും കളിക്കുന്നത്. അത് തന്നെ ഒരു നല്ലൊരിതാണ്. അത് നല്ലൊരു കോച്ചിൻ്റെ കീഴിലാകുമ്പോൾ അസാധ്യം തന്നെയാവും, ഒരു സംശയവുമില്ല. ഇനിയിപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം എന്ന് പറഞ്ഞാൽ ISL ഒരു ലോങ് ടേം ബ്രേക്കാണ്. ഇനിയിപ്പം ഇന്നത്തെ മത്സരത്തോട് കഴിഞ്ഞാൽ ISL അടുത്ത മാസം ഒന്നും ISL ഉണ്ടാവില്ല.
ഈ വർഷം അവസാനിക്കാൻ പോവാണ്. ഈ വർഷത്തെ അവസാന മത്സരം ഇന്നാണ്, മുംബൈ സിറ്റി ചെന്നൈ പോരാട്ടം. അതിനുശേഷം ISL മത്സരങ്ങൾ അടുത്ത മാസം ഉണ്ടാവില്ല. അടുത്ത മാസം വെച്ചാൽ അടുത്ത വർഷം തൊട്ട് അടുത്ത മാസം ആദ്യത്തെ ജനുവരിയിൽ ഉണ്ടാവില്ല. സൂപ്പർ കപ്പായിരിക്കും, കലിംഗ സൂപ്പർ കപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. ഒഡീഷ കലിംഗയിൽ വെച്ചായിരിക്കും മത്സരം നടക്കുക. ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം ജനുവരി 10-നാണ്, ഐ ലീഗ് ടീമുമായിട്ടാണ്. രണ്ടാം മത്സരം 15-നാണ്, ജനുവരി 15-ന് ജംഷഡ്പൂരിനെ നേരിടും. അതിനുശേഷം 20-ാം തീയതി നോർത്ത് ഈസ്റ്റിനെയും ബ്ലാസ്റ്റേഴ്സ് നേരിടുന്നതായിരിക്കും കലിംഗ സൂപ്പർ കപ്പിൽ. എന്തായാലും ഇക്കാര്യം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓടിച്ച് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പം സൂപ്പർ കപ്പിനെ പറ്റിയും അടുത്തുള്ള ISL ഫിക്സ്ചറിനെ പറ്റിയും നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അടുത്തൊരു വീഡിയോയിൽ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ ഓടിച്ച് വെച്ചാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. താങ്ക് യു. ലൈക്ക് ചെയ്യാൻ